മറ്റു രാജ്യങ്ങൾ ജൂൺ 1 ശിശുദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യക്കാർക്കു താൽപ്പര്യമില്ലാത്തതു എന്തുകൊണ്ട്? എല്ലാ വർഷവും ജൂൺ 1 ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് കുട്ടികൾ അന്താരാഷ്ട്ര ശിശുദിനം ആഘോഷിക്കുന്നു. തെരുവുകളിൽ ഘോഷയാത്രകൾ നടക്കുന്നു, സ്കൂളുകളിൽ പാർട്ടികൾ സംഘടിപ്പിക്കുന്നു, കുട്ടികൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ ശിശുദിനം ആഘോഷിക്കുന്നത് നവംബർ 14-നാണ്, ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? ലോകത്തിലെ മിക്ക രാജ്യങ്ങളും എന്തുകൊണ്ട് ജൂൺ 1 തിരഞ്ഞെടുക്കുന്നു? ഇന്ത്യ എന്തുകൊണ്ട് വ്യത്യസ്തമായ ഒരു തീയതി പിന്തുടരുന്നു? സ്നേഹത്തിന്റെയും ചരിത്രത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഈ കൗതുകകരമായ കഥ നമുക്ക് പരിശോധിക്കാം. അന്താരാഷ്ട്ര ശിശുദിനമായി ജൂൺ 1-ന്റെ ഉത്ഭവം. കുട്ടികൾക്കുവേണ്ടി ഒരു ദിനം എന്ന ആശയം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ആരംഭിച്ചു. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെയും രണ്ടാം ലോകമഹായുദ്ധത്തിന്റെയും പ്രത്യാഘാതങ്ങൾക്ക് ശേഷം പല ലോക നേതാക്കൾക്കും ഒരു വേദനാജനകമായ സത്യം മനസ്സിലായി: കുട്ടികളായിരുന്നു നിശബ്ദരായ ഇരകൾ. അവർക്ക് കുടുംബങ്ങളെയും വീടുകളെയും സാധാരണ ജീവിതത്തെയും നഷ്ടപ്പെട്ടു. 1925-ൽ ജനീവയിൽ ശിശുക്ഷേമത്തിനായുള്ള ലോക സമ്മേളനം നടന്നു. കുട്ടികളെ ആദരിക്കുന്നതിനും അവരുടെ അവകാശങ്ങളും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രത്യേക ദിവസമായി ജൂൺ 1 നിർദ്ദേശിക്കപ്പെട്ടത് ഇവിടെ വെച്ചായിരുന്നു. പിന്നീട് 1950-ൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം സോവിയറ്റ് യൂണിയനിലെയും കിഴക്കൻ യൂറോപ്പിലെയും രാജ്യങ്ങൾ ഔദ്യോഗികമായി ജൂൺ 1 അന്താരാഷ്ട്ര ശിശുദിനമായി ആഘോഷിക്കാൻ തുടങ്ങി. ഇത് പതിയെ ചൈന, പോളണ്ട്, റഷ്യ, വിയറ്റ്നാം തുടങ്ങി നിരവധി രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. ഇന്ന് 50-ലധികം രാജ്യങ്ങൾ ജൂൺ 1 ശിശുദിനം ആഘോഷിക്കുന്നു. എന്നാൽ ഇന്ത്യ ആഘോഷിക്കുന്നില്ല. എന്തുകൊണ്ട് ഇന്ത്യ നവംബർ 14 ആഘോഷിക്കുന്നു? ഇന്ത്യയുടെ കഥ വ്യത്യസ്തമാണ്. നമ്മൾ ജൂൺ 1 എന്ന ആഗോള തീയതി പിന്തുടരുന്നില്ല. പകരം നമ്മൾ നവംബർ 14-നാണ് ശിശുദിനം ആഘോഷിക്കുന്നത്, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ. എന്തുകൊണ്ടെന്നാൽ ജവഹർലാൽ നെഹ്റുവിന് കുട്ടികളോട് അതിയായ സ്നേഹമുണ്ടായിരുന്നു. കുട്ടികളാണ് ഒരു ശക്തമായ രാഷ്ട്രത്തിന്റെ അടിസ്ഥാനമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു, ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ കെട്ടിപ്പടുക്കുക. അദ്ദേഹത്തിന്റെ ഊഷ്മളവും സ്നേഹമുള്ളതുമായ സ്വഭാവം കാരണം കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ചാച്ചാ നെഹ്റു എന്ന് വിളിച്ചിരുന്നു. 1964-ൽ നെഹ്റു അന്തരിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മകളെ ആദരിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ശിശുദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അന്നുമുതൽ ഇന്ത്യ ഈ വൈകാരിക ബന്ധം പിന്തുടർന്നു. ഓരോ രാജ്യവും വ്യത്യസ്തമായ രീതിയിലാണ് ശിശുദിനം ആഘോഷിക്കുന്നത്. ചൈനയിൽ ഇതൊരു ദേശീയ ആഘോഷമാണ്. സ്കൂളുകൾക്ക് അവധിയാണ്, കുട്ടികൾ യാത്രകൾക്ക് പോകുന്നു, പരിപാടികളിൽ പങ്കെടുക്കുന്നു, സമ്മാനങ്ങൾ സ്വീകരിക്കുന്നു. പോളണ്ട് സിയൻസീക്ക എന്നറിയപ്പെടുന്ന ഈ ദിവസം കുട്ടികൾക്ക് പ്രത്യേക പരിപാടികളും പിക്നിക്കുകളും, ചിലപ്പോൾ അധ്യാപകരിൽ നിന്ന് ചോക്ലേറ്റുകളും ലഭിക്കുന്നു. റഷ്യയിൽ സാംസ്കാരിക പരിപാടികൾ, സംഗീത കച്ചേരികൾ, ശിശു അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ കാമ്പയിനുകൾ എന്നിവ സംഘടിപ്പിക്കുന്നു. വിയറ്റ്നാം കുടുംബങ്ങൾ ഒത്തുചേരുന്നു, കുട്ടികൾ വസ്ത്രങ്ങൾ അണിയുന്നു, സ്കൂളുകൾ രസകരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു. അതുകൊണ്ട് ഇതൊരു ഭംഗിയുള്ള ദിനം മാത്രമല്ല, പല രാജ്യങ്ങളും ഇത് കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും സംസാരിക്കാൻ ഉപയോഗിക്കുന്നു. ശിശുദിനം ഇന്ത്യയിൽ എങ്ങനെ ആഘോഷിക്കണം എന്ന് നിങ്ങളുടെ മടിയനായ അല്ലെങ്കിൽ മടിച്ചിയായ അനിയനോടോ അനിയത്തിയോടോ അല്ലെങ്കിൽ മക്കളോടോ ഒന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ ഇത് അറിയാൻ ആകാംക്ഷയുള്ള ഒരാളുമായി പങ്കിടുക. ഇതുപോലുള്ള രസകരമായ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.